അപ്പൊ നമ്മൾ ഉമ്മാന്റെ നാട്ടിലെ രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചകളായിട്ട് നിങ്ങൾ കാണുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഉമ്മാന്റെ വീട്ടിലേക്ക് കയറി പോണ കാഴ്ച കേട്ടത്. അങ്ങനെതാ രണ്ടാമത്തെ ദിവസം എല്ലാവരും നീച്ചാണ്ട് പല്ലേക്കൽ തുടങ്ങിട്ടോ. ഇതാണ് മക്കളെ കൊക്കക്കായ്. ഇതിന്റെ ഉള്ളിൽ എന്താ പറയാ, എനിക്ക് നമ്മളെ നാട്ടിലൊക്കെ ഉള്ളതന്നെ കേട്ടോ. അതിന്റെ മരം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതാ മൂത്തമ്മ എടുത്തെന്നാണ്. ഒന്ന് പൊട്ടിച്ചു വെക്ക. ആ കുരുകളല്ലേ കുരുകളല്ലോ കുരുകളല്ല. ആ അത് എല്ലാരും എടുത്ത് ഇതിന്റെ കുരു കൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്? ചോക്ലേറ്റ്. നിങ്ങൾക്കൊക്കെ അറിയാലോ, നമ്മള് പറയാൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അത് കിലോന് 1000 ഉറുപ്പ്യ ഉണ്ട് ഇതിന്റെ കുരുവിന്. അപ്പോളേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി നൂൽപുട്ടുണ്ട്, പിന്നെ നമ്മളെ പൂരി പൊരിച്ചതുണ്ട്, നല്ല അടിപൊളി കടലക്കറി. അപ്പൊ ഞാൻ ചായ കുടിച്ചിട്ടാണ് ഉമ്മാന്റെ തറവാട് വീട്ടിൽ പോകാൻ. ഏത് ചെറിയ അമ്മാന്റെ വീട്ടിൽ. അങ്ങനെ നമ്മൾ മൂത്തമ്മാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കുന്ന എല്ലാവരും നടന്നാട്ടോ പോണത്. നമ്മളെ വണ്ടിക്കല്ല നടന്നാണ്. ഇവിടുന്ന് ഏകദേശം ഉമ്മാന്റെ തറവാട്ടിക്ക് 2 കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ. അപ്പൊ ചങ്ങന്മാരാ നമ്മൾ ഉമ്മാന്റെ തറവാട്ട് വീട്ടിൽ പോട്ടോ. അപ്പൊ കണ്ടോളി, അടിപൊളി കാഴ്ചയാണ് ഇതൊക്കെ. നമ്മൾ റിസോർട്ടിൽ പോണ വൈബാണ് ഇവിടെ. വയലിലൂടെ നടന്നു വരുന്ന ഒരു കാഴ്ച എന്ത് മനോഹരമല്ല കാണാൻ. കണ്ടത് മനോഹരമാണെങ്കിൽ ഇനി കാണാൻ കിടക്കുന്നത് അതിമനോഹരമായിരിക്കും. ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ കയറി വരുന്നത്. ഉമ്മ ചെറുപ്പത്തിൽ കളിച്ച് നടന്ന വൈകളിലൂടെയാണ് ഞങ്ങൾ ഈ കയറി പോണട്ടോ. ഇവിടേക്ക് ഉമ്മാന്റെ തറവാട് വീട്ടിലേക്ക്. ഓരോ സ്റ്റെപ്പും നോക്കി കയറിയില്ലെങ്കിൽ താഴെത്തിട്ടോ. കാരണം മണ്ണാണ്, മഴ ഇന്നലെ പെയ്തിട്ടുണ്ട്. അപ്പൊ വെഴുക്കി പോകും. ഏതായാലും നമ്മൾ ഇവിടെ എത്തിക്കണട്ടോ. അതാ ആ കാണില്ലേ, ഇങ്ങോട്ട് നോക്കി ശരിക്കും നോക്കിട്ടോ. ആ കാണുന്നതാണ് നമ്മളിപ്പോ കയറിയ നമ്മളെ ഉമ്മാന്റെ തറവാട് വീടുതാ. കാണില്ലേ?